ഫ്രണ്ട്സ്, ഞാൻ പാർവതി ഉണ്ണികൃഷ്ണൻ. ഇത് ഞാൻ എത്തിയിരിക്കുന്നത് കുറച്ച് ചെടികളെ പരിചയപ്പെടുത്താനായാണ്. ആദ്യം നമുക്ക് ഞെവിരയില ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഞെവിരയില. ഇതിന് പനിക്കുറുക്ക എന്നും പേരുണ്ട്. പനി വരുമ്പോൾ ഈ ഞെവിരയിലയും തുളസിയിലയും കൂടി ഇട്ട് ആവി പിടിക്കുന്നത് വളരെ നല്ലതാണ്. ഇതുകൂടാതെ ഈ ഞെവിരയില കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. എല്ലാവരും ഈ ഞെവിരയില വീട്ടിലൊന്ന് നട്ടു വളർത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഇതാണ് തുളസി. മുൻപ് ഞാൻ തുളസിയെപ്പറ്റി പറഞ്ഞിരുന്നു. ഏറ്റവും ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് തുളസി. ഇത് തുളസിയുടെ പൂവാണ്. എല്ലാവരും ഈ തുളസി ചെടിയും വീട്ടിലൊന്ന് നട്ടു വളർത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഇതാണ് ചീരച്ചെടി. ഇതിലെ പൂവാണിത്. എന്ത് നല്ല രസമാണ് ഇതൊന്ന് പൂത്തുപിടർന്ന് നിൽക്കുന്ന കാണാൻ. നമ്മളെല്ലാവരും ഇതിലേക്ക് തന്നെ നോക്കി പോകും. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണിതല്ലേ. അപ്പോൾ തീർച്ചയായും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നട്ട് വയ്ക്കാൻ. കാരണം ഇത് നല്ല ബ്യൂട്ടിഫുള്ളാണ് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നിൽക്കുന്ന കാണാൻ. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റോസാ ചെടിയെയാണ്. നല്ല ചുമപ്പും വെള്ളയും റോസ പൂത്തുപിടർന്ന് നിൽക്കുന്ന കാണാൻ എന്ത് രസമാണ്. നമുക്ക് കൂടുതൽ അടുത്തേക്ക് പോയി ഈ ചെടി ഒന്ന് കാണാം. നമ്മൾ വളരെ അടുത്ത് കാണുകയാണ് ഇപ്പോൾ ഈ പൂക്കൾ. എന്ത് രസമാണിത് കാണാനല്ലേ. ദൂരെ നിന്ന് നോക്കിയാൽ പോലും ആകർഷകമാണ് ഈ പൂക്കൾ. ഇതാണ് വാടാമുല്ല. ഇത് ഞാൻ ഓണത്തിന് നട്ടതാണ്. ഇപ്പോൾ ഇതിലെ പൂക്കളൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിന് മുൻപ് ഇത് കാണാൻ ഇതിനേക്കാളും സുന്ദരമായിരുന്നു. ഇതിൻ്റെ പേരിൽ തന്നെയുണ്ട് വാടാമുല്ല എന്ന്. ഇതിനും ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പൂവ് നമ്മൾ പിച്ചിക്കളഞ്ഞാൽ പോലും ഇത് 2-3 ദിവസങ്ങൾക്ക് ശേഷമേ വാടുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് വാടാമുല്ല എന്ന് പേര് വന്നത്. ഇത് വീട്ടുമുറ്റത്ത് ചെടിച്ചട്ടിയിലൊക്കെ നല്ല ഭംഗിയായി വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കൂ. ഇതിൻ്റെ പൂക്കൾ വളരെ ചെറുതാണ്. ഇത് ഭംഗിക്ക് ഏറ്റവും നല്ലതാണ്. തീർച്ചയായും ഇതെല്ലാവരും ഒന്ന് നട്ടു നോക്കൂ. ഇത് മറ്റൊരു പിങ്ക് റോസയാണ്. ഇത് കാണാനും നല്ല രസമാണ്. ഇതിൽ ഒരുപാട് പൂക്കളുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഈ റോസ. ഇതും നമ്മുടെ ഭംഗിക്ക് വേണ്ടി ഏറ്റവും നല്ലതാണ്. ഇതാണ് തെറ്റിപ്പൂവ്. പിന്നീട് ഈ ചെടിക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ 2 നിറത്തിലെ പൂക്കൾ പിടിക്കുന്നുണ്ട്. 2 നിറത്തിലെ തെറ്റിപ്പൂക്കൾ. ഇത് നോക്കൂ, ഈ ഒരെണ്ണത്തിന് മറ്റൊരു നിറമാണ്. എന്നാൽ ഇതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമാണിത്. അപ്പോൾ ഞാനിനി വേറൊരു കുലയായിട്ടുള്ള പൂ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇതിൽ 3 എണ്ണേ പൂത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം മൊട്ടാണ്. അതിൽ 2 എണ്ണം ഒരു നിറവും മറ്റേ ഒരെണ്ണം മറ്റൊരു നിറവുമാണ്. കണ്ടല്ലോ. ഇതാണ് ബോൾസ്യം. ഞാൻ കഴിഞ്ഞ വട്ടത്തെ ഓണത്തിന് നട്ടതാണിതൊക്കെ. കാരണം എനിക്ക് കഴിഞ്ഞ വട്ടത്തെ ഓണത്തിന് ഒട്ടും തന്നെ പൂക്കളുണ്ടായിരുന്നില്ല. പൂക്കളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വട്ടം ഒരുപാട് പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചത്. ഇത് മറ്റൊരു തരത്തിലെ ഷോയ്ക്ക് വേണ്ടി വെക്കാൻ പറ്റുന്ന നമുക്ക് ഷോയ്ക്കൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ പല നിറത്തിലുള്ള ഇലകളാണിതിന്. കണ്ടാൽ മനസ്സിലാവും. നമുക്ക് വെട്ടിയൊക്കെ വിടാനായിട്ട് ഏറ്റവും നല്ലൊരു ചെടിയാണ്. പണ്ട് ഞാനിതുകൊണ്ട് കളിക്കുമായിരുന്നു. ഇത് സിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമായിരുന്നു. ഇത് നോക്കുക. നമുക്ക് വീടിന് പുറത്തുള്ള കുറച്ച് ചെടികളെ കൂടി പരിചയപ്പെടാം. 2 കോഴിക്കുഞ്ഞുങ്ങളെ കണ്ട് എന്ത് രസമാണ് ഇതിനെ കാണാൻ. ഇതാണ് 5 ഇതൾ ചെമ്പരത്തി. കാണാൻ നല്ല രസമാണല്ലേ. പക്ഷെ ചില ചെമ്പരത്തിക്ക് 5 ഇതളല്ല. ഇതിന് 5 ഇതളാണ്. നമുക്ക് എണ്ണി നോക്കി അറിയാൻ പറ്റും. 1 2 3 4 5. ഇത് നോക്ക്. ഇല്ല മലയൊക്കെ കണ്ടോ, എന്ത് രസമാണ് കാണാൻ.
ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള മലയാണ്. കുറച്ച് ദൂരം പോയാൽ മതി അവിടേക്ക്. ഇതാണ് ശംഖുപുഷ്പത്തിൻ്റെ പൂവ്. നീല നിറമാണിതിന്. മറ്റു നിറത്തിലുള്ള ശംഖുപുഷ്പത്തിൻ്റെ പൂവും ഉണ്ട്. ഇത് പടർന്നാണ് കിളിക്കുന്നത്. ഇത് ഒരു ഓമ നിൽക്കുന്നത് നോക്കി. ഇതൊരു ചെറിയ ഓമയാണ്. ഇതിൻ്റെ താഴെ ഒരു ചേമ്പ് കൂടിയുണ്ട്, കണ്ടല്ലോ. ഇതിൻ്റെ ഇലയ്ക്കൊരു വാക്സ് കോട്ടിങ് പോലെയാണ്. നമ്മൾ വെള്ളം ഇതിലേക്ക് ഒഴിച്ചാൽ വെള്ളം തെന്നിപ്പോകും, ഇതിലേക്ക് പിടിക്കില്ല. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതൊരു തരത്തിലുള്ള ഒരു ചീരയാണ്. ഇതിൻ്റെ പേര് മൈസൂർ ചീര എന്നാണ്. ഇത് നമുക്ക് പാകം ചെയ്ത് കഴിക്കാനാകാം. ഇതൊരു തരത്തിലെ വയലറ്റ് കളറിലെ പൂവാണ്. നല്ല രസമാണ് കാണാനായിട്ട്. ഇതാണ് തെറ്റിയുടെ കാ. അതിനടുത്ത് തന്നെ നമുക്ക് കുറേ തെറ്റിപ്പൂവും കാണാൻ സാധിക്കും. ഇത് വീടുകളിലൊക്കെ ഷോയ്ക്ക് വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ്. ഇതിൽ പച്ചയുടെ കൂടെ ഒരു വെള്ള നിറവുമുണ്ട്. ഇത് കാണാൻ നല്ല രസമാണ്. ഇത് കൂടാതെ മറ്റൊരു ചെടി കൂടിയുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ നല്ല ഇതിൽ വളർത്താൻ കഴിയും. ഇത് നോക്കൂ, ഇത് ഷെയ്ഡ് കളർ പോലെയാണ്, പച്ചയും വെള്ളയും. ഇതൊക്കെ ചെടികളാണ്, പടരില്ല, പക്ഷെ ഒരുപാട് കിളിക്കും ഇത്. ഇതാണ് സൂര്യകിരീടം. ഓണത്തിന് അത്തപ്പൂവിനൊക്കെ അതിൻ്റെ നടുക്കൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് ഇത്. ഞാൻ ദൂരെ നിന്ന് കാണിക്കുന്നത് കൊണ്ടാണ് ക്ലിയർ ആവാത്തത്. ഇതൊരു തരത്തിലെ ബന്ദിപ്പൂവാണ്. ഞാൻ മുൻപ് ചുവന്ന നിറത്തിലെ ബോൾസ്യം കാണിച്ചിരുന്നു. ഇതാണ് വയലറ്റ് നിറത്തിലെ ബോൾസ്യം. ഇത് കണ്ട് ഒരുപാട് വാടാമുല്ലയുണ്ട്. ഞാൻ സൺസെറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് നല്ലതായിട്ട് സൺസെറ്റ് കാണാൻ പറ്റുന്നുണ്ട്. സൺസെറ്റ് കണ്ടോളൂ, നല്ല രസമാണ് അല്ലേ. ഇതും ഒരു തരത്തിലെ ഒരു ചെടിയാണ്. ഇതും ഷോയ്ക്കൊക്കെ വെക്കാൻ നല്ലതാണ്. ചെടിച്ചട്ടിയിലൊക്കെ വെക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി കൂടുതൽ കൂടുന്നത്. ഇത് അയ്യങ്ങളിലൊക്കെയാണ് ഇപ്പോൾ നിൽക്കുന്നതായിട്ട് ഞാൻ കാണിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇരട്ടി ഭംഗിയായിരിക്കും ഇതിന്. ഇതും ഒരു തരത്തിലെ ചെടിയാണ്. ഇത് ചില സമയത്ത് കിണറുകളിലൊക്കെ കാണാം. പക്ഷേ ഇത് ചെടിച്ചട്ടിയിൽ വെച്ചാൽ അതിലും ഭംഗി കൂടും. ഇത് ഞാൻ മുൻപ് കാണിച്ച ചെടിയാണ്. ഇതിവിടെ ഒരുപാട് നിൽപ്പുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.